ഏതാന്ന് പറഞ്ഞാൽ ഇത് വിറകടുപ്പിൽ തയ്യാറാക്കുന്ന ചായയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ചായക്കട. അടുപ്പ് ഏതാണ് വിറക് ഏതാണ് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകില്ല. അപ്പോൾ എവിടെയാണ് വിറക് വയ്ക്കുന്നത്, ഇത് ഏതാണ് വിറകടുപ്പ്, എവിടെയാണ് അടുപ്പ് എന്നൊക്കെ നമുക്ക് ഒന്ന് കാണാം. ക്രിയേറ്റീവ് ലൈഫ് സ്കില്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല തിരക്കുള്ള സ്ഥലത്താണ് ഇതായിരിക്കും ഏറ്റവും ബെറ്റർ. ഈ അടുപ്പിൽ സാധാ വിറക് വെച്ചാൽ മതിയോ? സാധാരണ തന്നെ ഇതിന്റെ അകത്ത് ഇത് അടച്ചിടുവാണെങ്കിൽ പുക ഒട്ടും പുറത്ത് വരത്തില്ല. ഞങ്ങൾക്ക് അറിയാൻ മേലായിരുന്നു അത് ഇവിടെ പുക പിടിച്ചത്. അത് തന്നെ ഈ പൈപ്പിന്റെ മൂടി ഉണ്ടല്ലോ, വലിയ ഹോളില്ലാത്തല്ലേ, അത് പൊട്ടിച്ചു വിടണമായിരുന്നു. ഞങ്ങൾക്ക് അറിയാൻ മേലായിരുന്നു. ഞങ്ങൾ ആദ്യം വെച്ചിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഭയങ്കര പുക. അന്നേരം ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോഴാണ് അവരിത് പറഞ്ഞു തന്നത്. നമ്മൾ പെട്ടെന്ന് നമ്മളത് ഓർത്തിട്ടില്ല. ഇത് വെച്ചിട്ടേ ഇല്ല, മേളിലൊന്നും മേളെ അത് വെച്ചില്ല, എടുത്തിട്ട് ഞങ്ങൾ വെച്ചില്ല. നല്ല ഒട്ടും പോകാൻ പിടിക്കത്തില്ല, നല്ല ഇതായിട്ട്. ഇതിപ്പോ എത്ര ലിറ്ററിന്റെ അത്? ഇത് 15ന്റെ. ഇവിടെ ചൂടുണ്ട്. ആ പൈപ്പില്ലേ, അത് ചൂടുവെള്ളം എടുക്കുന്നതാണോ? അത് ചൂടുവെള്ളം എടുക്കുക. അതിപ്പോ ഞങ്ങൾ തുറന്ന് വിടാനായിട്ട്. അത് നമുക്ക് വശത്തിന്റെ അനുസരിച്ച് അവർ രണ്ട് സൈഡിൽ വെച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങോട്ട് വെക്കാനാണോ സൗകര്യം ആ സൈഡിലോട്ട് നമുക്ക് ഇതിന്റെ അകത്ത് എന്നൊക്കെ ചെയ്യാം. നമുക്ക് ഇത് പാലിന്റെ പാത്രമുണ്ട്, ഇതിന്റെ അകത്താണ് വെള്ളം. അത് ഇതുവഴി ഒഴിച്ചു കൊടുക്കും നമ്മൾ വെള്ളം. ഇതെടുക്കാലോ, അതെടുത്തിട്ട് ഇതിന്റെ അകത്ത് മുഴുവൻ വെള്ളമാണ്. അതായത് ഈ വിറക് വെക്കുന്ന പൈപ്പുണ്ട്, പൈപ്പിന് മേളിൽ നിൽക്കണം എപ്പോഴും വെള്ളം. ഇത് റോഡ് സൈഡിൽ പ്രവർത്തിക്കുന്ന തിരക്കുള്ള ഒരു ടീ ഷോപ്പാണ്. ഇവിടുത്തെ അടുപ്പ് ഗ്യാസിലല്ല പ്രവർത്തിക്കുന്നത്, വിറകിലാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ പുകയോ കരിയോ ഒന്നുമില്ല. അതുപോലെ തന്നെ വിറക് വയ്ക്കുന്നതിൻ്റെ തീയുടെ ചൂടോ ഒന്നും അനുഭവപ്പെടുന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ അടുപ്പിൻ്റെ കുറച്ച് പ്രത്യേകതകളെ പറ്റി നമുക്ക് ഈ ചേട്ടനോട് തന്നെ ചോദിക്കാം. ഫുൾ ടൈം ചൂടിൻ്റെ നിൽക്കുമല്ലേ? എത്ര നേരം എടുക്കും കത്തിച്ച് തിളയ്ക്കാൻ? പെട്ടെന്ന് തിളയ്ക്കുമോ? 15 മിനിറ്റിൽ സംഭവം റെഡിയാ അല്ലേ? ചൂടുവെള്ളം ഫുൾ ടൈം കിട്ടും. 10 ലിറ്റർ വെള്ളം വേണം. പാല് എത്ര ലിറ്റർ? പാലോ? പാലെ കൂടെ നമ്മൾ 2 ലിറ്റർ പാല് കൂടി ഇതിനകത്ത് ഒഴിക്കുന്നത്. നമ്മള് വേറെ പാല് കാത്തണ്ട. ചാരം ഒന്നും മാറണ്ട. അന്നേരം ഈ കത്തിക്കുന്ന ചാരം എവിടെ എടുക്കും? എവിടെ? ഇത് നമുക്ക് തുറക്കാം. ഇത് ബാക്ക് സൈഡ് അല്ലേ? അതുപോലെ തന്നെ വെള്ളം നമ്മൾ കഴുകുന്ന ഇതാ. ഇതിന്റെ അകത്ത് നിന്ന് കഴുകുകയും ചെയ്യാം നമുക്കല്ലേ? വെള്ളം നമ്മൾ എപ്പോഴും ഒഴിച്ചു കൊടുക്കണം. വെള്ളം പറ്റി പോയി കഴിഞ്ഞാൽ പണിയാണ്. ബിൽഡിംഗ് ഉണ്ട്, മറ്റേ സ്റ്റീലിന്റെ ബിൽഡിംഗ് ഉണ്ട്. സ്റ്റീൽ അല്ലേ? എങ്ങനെയുണ്ടെന്ന് സാധനം എങ്ങനെയുണ്ട്? വെള്ളം ഒഴിക്കുന്നുണ്ടോ പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാം അല്ലേ? സ്റ്റീൽ ബിൽഡിംഗ് ആണ്, മറ്റേ ഇരുമ്പിന്റെ ബിൽഡിംഗ് അല്ലേ? അപ്പൊ പെട്ടെന്ന് തിളയ്ക്കുകയും ചെയ്യും. അടുത്ത പണമാണ് വെൽഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അകത്ത് പുക പോകാനുള്ളതൊക്കെ ഇതിനകത്ത് തന്നെയല്ലേ? അതിന്റെ മേളില് വെള്ളം നിക്കണം അല്ലേ? വെള്ളം നിൽക്കണം. ഇത് നമുക്ക് പറയാം, വെള്ളം ഈ വെള്ളം ആണോ? ഈ ബിൽഡിങ്ങിന് വെള്ളത്തിൽ കിടക്കണം. വെള്ളം പറ്റിക്കഴിഞ്ഞാൽ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അവരത് കാരണം വിളിക്കും. കനലായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൊണ്ട് അടച്ചിട്ട് അതിനകത്ത് 15 ലിറ്റർ വെള്ളം കൊള്ളും. ആ 15 ലിറ്റർ വെള്ളം നമ്മൾ ഒരു കപ്പ് കുത്തിന്ന് എടുക്കുമ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിക്കും. അതേ ഉള്ളൂ, വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യം. ചെറിയ പീസാക്കി വെക്കണം വിറക്. അങ്ങനെയൊന്നുമില്ല, അകത്ത് കനലായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ കത്തിക്കുന്നു. പാലും വെള്ളം ചൂടായി കിടക്കും.
ഇത് നമുക്ക് തന്നെ വ്യത്യാസം കേസ് കിട്ടില്ല. അത് നമ്മൾ അയത്തെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇത് തരും 5 പേപ്പർ തരും. ആ 5 പേപ്പർ നോക്കിയുമ്പോൾ ഒരേ കണക്കുള്ള പേപ്പറാണ്. അവത്തെ നോക്കിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട രീതി അവർ കാണിച്ചു തരും. പിന്നെ ഇത് നമ്മൾ വിലയ്ക്ക് മേടിക്കും. പൈപ്പാണ്. ഇത് നമ്മൾ കഴുകാനുള്ള ഇത് നമ്മളിത് അത് വൈകുന്നേരങ്ങളിൽ നമ്മൾ രാവിലെ നമ്മൾ കഴുകുന്നത്. അപ്പോൾ ചൂട് മാറി കഴിയുമ്പോഴല്ലേ കഴുകാൻ പറ്റും. ഇതാണ് ഈ അടുപ്പിൽ കത്തിക്കാനായിട്ടുള്ള വിറക് കഷ്ണങ്ങൾ. അതുപോലെ തന്നെ വിറക് കത്തിക്കുന്നതിന് പുക ഈ ഒരു AC പൈപ്പ് വഴി പുറത്തേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല സ്റ്റീൽ കോട്ടിങ് കൊണ്ടാണ് ഇത് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ നല്ലൊരു തിളക്കമുണ്ട്. പിന്നെ ഇവിടെ AC പൈപ്പാണ്, ആസ്പെറ്റോസിൻ്റെ AC പൈപ്പാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഒരു പൈപ്പുണ്ട്, ഓപ്പോസിറ്റ് സൈഡിൽ മറ്റൊരു പൈപ്പും കൂടിയുണ്ട്. നമുക്ക് 2 ഭാഗത്തു നിന്നും വെള്ളം എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിലാണ് നമ്മൾ വിറക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ കത്തുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ അടുപ്പൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ കത്തുന്നുണ്ട്. അപ്പോൾ ഇത് കത്തുന്നതിനനുസരിച്ച് നമുക്ക് വിറക് വെച്ച് കൊടുത്താൽ മതി. അത് തന്നെയല്ല, കനലായി കിടന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ അത് കത്തിക്കോളും. നമ്മളെപ്പോഴും വിറക് വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം തിളയ്ക്കാനാണെങ്കിൽ കൂടി അധിക സമയമൊന്നും എടുക്കുകയൊന്നുമില്ല. ഒരു 10-15 മിനിറ്റിനുള്ളിൽ വെള്ളം തിളച്ച് കിട്ടുകയും ചെയ്യും. അത് അറിയാനായിട്ടുള്ളൊരു മീറ്റർ കൂടി ഇതിനുണ്ട്. അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നല്ല രീതിയിൽ വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ ഇത് വെച്ചിട്ട്. അപ്പോൾ അന്നേരം തന്നെ വെള്ളം തിളയ്ക്കുന്നു. അതുപോലെ തന്നെ ഹോട്ടലുകളിലൊക്കെ പ്രവർത്തിക്കുന്ന വലിയ വിറകടുപ്പുകളും പൊറോട്ട കല്ലുകളും ഒക്കെ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാസിന് വില കൂടിയതോടുകൂടി പല മോഡലിലുള്ള അടുപ്പുകൾ ഇന്ന് ലഭ്യമാണ്. ഈ ടൈപ്പിലുള്ള മൊബൈൽ അടുപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്യാസിന് വില കൂടിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഒരു കുറ്റി ഗ്യാസ് എടുത്താൽ തന്നെ ഇപ്പം ഒരു 3 ദിവസം അല്ലെങ്കിൽ കൂടിപ്പോയൊരു 4 ദിവസത്തേക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കടകളിൽ ഫുൾ ടൈം നമ്മൾ ചായ എടുത്തുകൊണ്ടിരിക്കുന്ന കടകളിലൊക്കെ ആണെങ്കിൽ ഈ ഒരു അടുപ്പ് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമ്മുടെ പോക്കറ്റ് കാലിയാകുമില്ല. നമുക്ക് വളരെയധികം ലാഭിക്കാനും പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും അപ്പോൾ അവർക്ക് എന്തായാലും തീർച്ചയായും ഉപകാരപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ. ഇതുപോലെയുള്ള നല്ല നല്ല